ഗുഡ് മോർണിംഗ് ടു ആൾ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷം പകർന്നുകൊണ്ടാണ് ഓരോ ക്രിസ്തുമസും നമ്മിലേക്ക് കടന്നു വരുന്നത്. കോവിഡ്-19 എന്ന മഹാമാരി നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ശോഭ അല്പം കെടുത്തിയെങ്കിലും വീടുകളിൽ സുരക്ഷിതരായിരുന്നു കൊണ്ട് നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ കല്ലുരുട്ടി സെൻറ് തോമസ് യു.പി. സ്കൂളിൻ്റെ ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന നമ്മുടെ ഹെഡ് മാസ്റ്റർ ജിബിൻ സാറിൻ്റെ സ്വാഗത പ്രസംഗത്തോടെ നമുക്ക് ആരംഭിക്കാം. പ്രപഞ്ചമാകെ പുതുജീവൻ്റെ പ്രസരിപ്പ് വിടർത്തുന്ന ക്രിസ്തുമസ് ജാതിമത വ്യത്യാസമില്ലാതെ ഏവർക്കും പുതുവർഷത്തെ വരവേൽക്കാനുള്ള വാതിലാണ്. നക്ഷത്ര വിളക്കുകളും പുൽക്കൂടുമൊരുക്കി ലോകം രക്ഷകൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ കാത്തിരിക്കുകയാണ്. കാത്തിരിക്കാനുള്ള കഴിവാണ് മനുഷ്യൻ്റെ അതിജീവനത്തിൻ്റെ അടിസ്ഥാനമെന്ന് മനുഷ്യനെ അനുസ്മരിക്കുന്ന ക്രിസ്മസിൻ്റെ നന്മകളും പുതുവത്സരത്തിൻ്റെ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിയിൽ നമുക്കായി സന്ദേശം നൽകുന്ന റോയി അച്ഛനെയും കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന കുട്ടികളെയും ഈ കലാവിരുന്ന് ആസ്വദിക്കുന്ന എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്നേഹം മണ്ണിൽ മനുഷ്യനായി പിറന്നതിൻ്റെ ഓർമ്മയ്ക്കായി നാടെങ്ങും ആഘോഷത്തിരികൾ തെളിയാൻ നേരമായി. മാലാഖമാരുടെ സംഗീതവും കണ്ണു ചിമ്മുന്ന താരങ്ങളും മണ്ണിലും വിണ്ണിലും നിറയുന്ന ക്രിസ്മസ് കാലത്തെ വരവേൽക്കാനൊരുങ്ങുന്ന ഈ വേളയിൽ കുഞ്ഞുങ്ങൾ ഞങ്ങൾ പാടുന്നു എന്ന മനോഹര ക്രിസ്മസ് ഗാനവുമായി അയന അജിത് ആൻഡ് അലൻ അജിത്. കുഞ്ഞുങ്ങൾ ഞങ്ങൾ പാടുന്നു ഉണ്ണിക്കു മംഗളങ്ങൾ, കുഞ്ഞിക്കൈ മുത്തി നേരുന്നു ഉണ്ണിക്കു വന്ദനങ്ങൾ. കുഞ്ഞുങ്ങൾ ഞങ്ങൾ പാടുന്നു ഉണ്ണിക്കു മംഗളങ്ങൾ, കുഞ്ഞിക്കൈ മുത്തി നേരുന്നു ഉണ്ണിക്കു വന്ദനങ്ങൾ. മഞ്ഞു പെയ്യും മൺകുടിലിൽ പുല്ലുമേഞ്ഞ മൺകുടിലിൽ സ്വർഗശാന്തിയിൽ മുഴുകാൻ വന്നു ചേർന്നു നിന്നരികിൽ. താരങ്ങൾ കണ്ണു ചിമ്മുന്നു ഉണ്ണി മയങ്ങിടുമ്പോൾ, പൂതിങ്ങൾ മങ്ങിമായുന്നു ഉണ്ണിക്കുറങ്ങിടുവാൻ. ചാഞ്ചരുവി മിഴി തുറക്കൂ, പോരൂ പുൽക്കൂട്ടിൽ നിന്നും. പൂങ്കുറുമ്പേ ഇനിയുണരൂ, കളിക്കാൻ നീ കൂട്ടുവേണം. കളിപ്പാട്ടങ്ങൾ തന്നിടാനും കളിപ്പന്തൊന്നു തട്ടിടാനും കളിമഞ്ചലിലൊന്നടാനും കിളിക്കൊഞ്ചലു കെട്ടിടാനും അമ്മയറിയാതെ വാ നീ പൊന്നുണ്ണി. കുഞ്ഞുങ്ങൾ ഞങ്ങൾ പാടുന്നു ഉണ്ണിക്കു മംഗളങ്ങൾ, കുഞ്ഞിക്കൈ മുത്തി നേരുന്നു ഉണ്ണിക്കു വന്ദനങ്ങൾ. മഞ്ഞു പെയ്യും മൺകുടിലിൽ പുല്ലുമേഞ്ഞ മൺകുടിലിൽ സ്വർഗശാന്തിയിൽ മുഴുകാൻ വന്നു ചേർന്നു നിന്നരികിൽ. താരങ്ങൾ കണ്ണു ചിമ്മുന്നു ഉണ്ണി മയങ്ങിടുമ്പോൾ, പൂതികൾ മങ്ങിമായുന്നു ഉണ്ണിക്കുറങ്ങിടുവാൻ. പാലിലണഞ്ഞൊരു പൊന്നാണേ, ചേരലും താമര മൊട്ടാണേ, ആരും കൊതിക്കുന്ന മുത്താണേ, മേരി തന്നോമന കുഞ്ഞാണേ. പൂങ്കുയിലേ പുതുവയലും പുലരിപ്പാട്ടൊന്നു പാടൂ, മാമ്പഴമേ മധുരവുമായി താഴോട്ടേക്കൊന്നു വീഴൂ. എണ്ണിക്കുന്നല്ലോ പൊൻ പിറന്നാൾ, മണ്ണു വിണ്ണൊക്കും നെൽ തിരുന്നാൾ. സ്വർണ്ണ കൊട്ടാരം കെട്ടാൻ നിന്ന് വർണ്ണക്കുപ്പായം തുന്നാൻ നിന്ന് തെല്ലുമടിക്കാതെ വാ നീ കുഞ്ഞാവേ. കുഞ്ഞുങ്ങൾ ഞങ്ങൾ പാടുന്നു ഉണ്ണിക്കു മംഗളങ്ങൾ, കുഞ്ഞിക്കൈ മുത്തി നേരുന്നു ഉണ്ണിക്കു വന്ദനങ്ങൾ. മഞ്ഞു പെയ്യും മൺകുടിലിൽ പുല്ലുമേഞ്ഞ മൺകുടിലിൽ സ്വർഗശാന്തിയിൽ മുഴുകാൻ വന്നു ചേർന്നു നിന്നരികിൽ. താരങ്ങൾ കണ്ണു ചിമ്മുന്നു ഉണ്ണി മയങ്ങിടുമ്പോൾ, പൂതികൾ മങ്ങിമായുന്നു ഉണ്ണിക്കുറങ്ങിടുവാൻ. ദീപിക ബാലസഖ്യം എന്ന സംഘടനയുടെ ഡയറക്ടറായ ഫാദർ റോയ് കണ്ണാൻചിറയാണ് നമുക്ക് ക്രിസ്മസ് സന്ദേശം തരുന്നത്.
നിരവധി മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അച്ഛൻ്റെ നന്മ നിറഞ്ഞ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. ക്രിസ്മസ് സന്ദേശങ്ങൾ ഒഴുകി നടക്കുന്ന ദിവസങ്ങളാണിത്. ക്രിസ്മസിൻ്റെ സന്ദേശങ്ങൾ എന്താണ് എന്ന് അറിയത്തില്ലാത്തവർ എന്നെ കേൾക്കുന്നവരിൽ ആരും ഉണ്ടാവില്ല. ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ പിറവി തിരുനാളാണ് ക്രിസ്മസ്. എന്നാൽ ഈ ക്രിസ്മസ് നമുക്ക് തരുന്ന സുപ്രധാനമായ ചില ജീവിത ദർശനങ്ങൾ ഈ ക്രിസ്മസ് ആഘോഷവേളയിൽ നമ്മൾ പുനഃസ്മരിക്കണം എന്നുള്ളതാണ് ഈ ഒരു ചിന്ത പങ്കുവയ്ക്കുന്നതിലൂടെ ഞാൻ ലക്ഷ്യമിടുന്നത്. ഇന്നലെ തിരുവല്ലയിലുള്ള ഒരു സ്കൂളിലെ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ചക്കപ്പഴം എന്ന പദം എങ്ങനെയാണ് മലയാളത്തിൽ പിരിച്ചെഴുതാൻ പറ്റുക? അവരുടനെ തന്നെ ചക്ക അധികം പഴം എന്ന് തിരിച്ചു പറഞ്ഞു, പിരിച്ചെഴുതി. അതുപോലെ തന്നെ മാങ്ങാപ്പഴം, തേങ്ങാക്കൊല, അങ്ങനെ ഏത് വാക്കുകളും നമുക്ക് സമസ്ത പദങ്ങൾ പിരിച്ചെഴുതാം. സമസ്ത പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പൂർണ്ണ വാക്കുകൾ ചേർന്ന് ഒരു വാക്കായി തീരുന്നതാണ് സമസ്ത പദം. നിങ്ങൾക്ക് മലയാളം പഠിക്കുന്നവർക്കും പഠിച്ചവർക്കൊക്കെ അറിയാം. അങ്ങനെ പിരിച്ചെഴുതാൻ പറ്റുന്ന ഒരു സമസ്ത പദമാണ് നിങ്ങൾ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ പിരിച്ചെഴുതാമെന്ന് കുട്ടികളോട് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ കുട്ടികൾ പറഞ്ഞു, നീ അധികം ഇങ്ങൾ അങ്ങനെയാക്കാമെന്ന്. അത് തെറ്റാണ്. നീ അധികം കൾ എന്നുള്ളതാണ് നിങ്ങൾ എന്നുള്ളതിൻ്റെ പിരിവ്. ഈ കൾ എന്നുള്ള ബഹുവചന പ്രത്യയം നീ എന്നുള്ള ഏകവചന പ്രത്യയത്തോട് ചേരുമ്പോൾ നിങ്ങൾ ആയി മാറുന്ന ഒരു അനുനാസിക അതിപ്രസരത്തെ പറ്റി AR രാജരാജവർമ്മ കേരള പാണിനീയത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മലയാളം പഠിച്ചവർക്ക്, ഞാൻ മലയാള അധ്യാപകനായതുകൊണ്ട് മലയാള ഭാഷ സംസാരിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്നുള്ള പദം പിരിച്ചെഴുതാം. അത് ഒറ്റവാക്കാണെന്ന് തോന്നും, പക്ഷേ അതൊരു പിരിക്കാൻ പറ്റുന്ന സമസ്ത പദമാണ്. നീ അധികം കൾ ആണ്. അപ്പോൾ ഞങ്ങൾ എന്നുള്ള പദം എങ്ങനെ പിരിച്ചെഴുതും? അത് ഞാൻ അധികം കൾ ആണ് ഞങ്ങൾ. അപ്പം മലയാള ഭാഷയിൽ പിരിച്ചെഴുതാൻ പറ്റാത്ത ഒരു പദമുണ്ട്. അതേതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ന പദമാണ്. നമ്മൾ ഏകവചനമല്ല, നമ്മൾ ബഹുവചനമാണ്, പക്ഷെ പിരിക്കാൻ പറ്റില്ല. നമ്മൾ എന്നുള്ള പദം മാത്രമല്ല പിരിക്കാൻ പറ്റാത്തത്, നമ്മൾ എന്നുള്ള ഭാവവും പിരിക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ എന്നുള്ള പദവും പിരിക്കാം, ഭാവവും പിരിക്കാം, അല്ലേ? ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ ആരുണ്ട്? നിങ്ങളുണ്ട്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ആരുണ്ട്? ഞങ്ങളുണ്ട്, അല്ലേ? അപ്പോൾ നിങ്ങളും പിരിച്ചെഴുതാം, ഞങ്ങളും പിരിച്ചെഴുതാം. നമ്മൾ എന്നുള്ള പദം പിരിച്ചെഴുതാൻ പറ്റില്ല. അപ്പോൾ ഈ പിരിച്ചെഴുതാൻ പറ്റാത്ത പദം ഒറ്റ പദമേ മലയാളത്തിലുള്ളൂ അത്രേ. അത് ഈ നമ്മൾ എന്നുള്ള പദമാണ്. അപ്പോൾ ഞാൻ ഈ ക്രിസ്മസ് ആഘോഷവേളയിൽ ഈ വിദ്യാലയത്തിലെ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടും വിദ്യാർത്ഥികളോടും മലയാള വ്യാകരണം പഠിപ്പിക്കാനാണോ വന്നിരിക്കുന്നതെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. മലയാള വ്യാകരണം പഠിപ്പിക്കാനല്ല, ക്രിസ്തുമസിൻ്റെ വ്യാകരണം പറയാൻ വേണ്ടി വന്നതാണ്. ക്രിസ്തുമസിനൊരു വ്യാകരണമുണ്ട്, ഒരു ഗ്രാമറുണ്ട് ക്രിസ്മസിന്. അത് ഞങ്ങൾ നിങ്ങൾ എന്ന പേരിൽ തരംതിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ വിഭജിക്കപ്പെട്ടു പോകുന്ന മനസ്സുകളുടെ ഒരു വ്യാകരണമല്ല. പകരം വിഭജിക്കാൻ പറ്റാത്ത നമ്മൾ എന്ന ഭാവത്തിൻ്റെ, അവിഭാജ്യ ഭാവത്തിൻ്റെ ഉത്സവമാണ് ക്രിസ്മസ്. കാരണം ഈ യേശു എന്നുള്ള പദത്തിൻ്റെ മറ്റൊരു പദമാണ് ഇമ്മാനുവേൽ. ഇമ്മാനുവേൽ എന്ന പദത്തിന് അർത്ഥം എന്താണ് എന്ന് എന്നെ കേൾക്കുന്ന ചിലർക്കറിയാം. ദൈവം ഞങ്ങളോടുകൂടെ എന്നല്ല ഇമ്മാനുവേൽ എന്നുള്ളതിൻ്റെ അർത്ഥം. ദൈവം നിങ്ങളോടുകൂടെ എന്നുമല്ല. പിന്നെന്താണ്? ദൈവം നമ്മോടുകൂടെ എന്നാണ് ഇമ്മാനുവേൽ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ന ഭാവം എവിടെയുണ്ടോ അവിടെ ദൈവം വന്ന് പിറക്കും എന്നാണ് എൻ്റെ അർത്ഥം. എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, കുഞ്ഞുമക്കൾ, അധ്യാപകർ, നിങ്ങൾ വ്യത്യസ്തമായ മതധാരകളിലുള്ളവരാണ് എന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരോ ക്രിസ്ത്യാനികളോ ഒന്നുമല്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായ വിശ്വാസധാരയുണ്ട്. ഞാനതിനെ ആദരിക്കുന്നു. ഏത് വിശ്വാസധാരയിലുള്ള സഹോദരങ്ങളാണ് എങ്കിലും എനിക്കെൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല, നമുക്ക് നമ്മളാകാം എന്നുള്ളതാണ്. നിങ്ങൾ ഞങ്ങൾ എന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കൾ മാതാപിതാക്കളുമായിട്ട് പറയുകയാണ്. ഞങ്ങൾ മക്കൾ ഒരു ഗ്രൂപ്പ്, പപ്പയും അമ്മയും വേറൊരു ഗ്രൂപ്പ്. ഞങ്ങൾ എന്ന് ആര് പറയുന്നോ അവിടെയെല്ലാം ആരുണ്ട്? നിങ്ങളുണ്ട്. നിങ്ങളുള്ളിടത്ത് ഞങ്ങളുമുണ്ട്. പക്ഷേ
നമ്മളില്ലാത്തടത്ത് ദൈവമില്ല, സമാധാനമില്ല, ശാന്തിയില്ല. നമ്മളുള്ളിടത്ത് ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും ശാന്തിയും. നമ്മൾ എന്ന് മനുഷ്യൻ ഭൂമിയിൽ പറഞ്ഞാൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഇതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മളാകാം. ഞങ്ങൾ വേണ്ട, നിങ്ങൾ വേണ്ട. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് നമ്മളാകാം. നമ്മുടെ വിദ്യാലയത്തിൽ നമുക്ക് നമ്മളാകാം. ഞങ്ങളും നിങ്ങളും വേണ്ട. ക്രിസ്മസ് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ നിക്ഷേപിക്കുന്ന വിശുദ്ധമായ ഈ ഒരുമയുടെ ഈ സുവിശേഷം, ഈ സദ്വാർത്ത, അത് പ്രാവർത്തികമാക്കാൻ അത്ര എളുപ്പമല്ല. പക്ഷേ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ എളുപ്പമാണ്. ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത് ദൈവം വന്ന് വസിക്കുമ്പോഴാണ്, കൂടെ വസിക്കുമ്പോഴാണ്. ദൈവം വന്ന് വസിക്കുന്നത് ഞങ്ങൾ നിങ്ങൾ ഭാവത്തിൻ്റെ വിഭജനങ്ങളിലല്ല, അവിഭാജ്യമായ ഹൃദയബന്ധങ്ങളിലാണ്. വന്ന് വസിക്കട്ടെ നല്ലവനായ ദൈവം നിങ്ങൾ വിളിക്കുന്ന പേരിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന രൂപത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ, നിങ്ങളുടെ സമൂഹ ബന്ധങ്ങളിൽ, നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ, നിങ്ങളുടെ ഉദ്യമങ്ങളിൽ, നിയോഗങ്ങളിൽ വന്നു വസിക്കട്ടെ ഈ നല്ലവനായ ദൈവം. ദൈവം നമ്മോട് കൂടെ. ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഈ നല്ല വിദ്യാലയത്തിനും ഈ വിദ്യാലയത്തിലെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും കുഞ്ഞുമക്കൾക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. 2021 അനുഗ്രഹദായകമാകട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. ഒരു സഞ്ചി നിറയെ സമ്മാനങ്ങളുമായി ചുവന്ന തൊപ്പിയും കമ്പിളി വസ്ത്രങ്ങളും ധരിച്ച ഒരു താടിക്കാരൻ ഓരോ ക്രിസ്തുമസിനും നമ്മൾ കണ്ടുശീലിച്ച ഒരു രൂപമാണ്. ക്രിസ്മസ് പപ്പ എന്നും സാന്താക്ലോസും എന്നുമൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുള്ള ഇദ്ദേഹം ആരാണെന്ന് കൂട്ടുകാർക്കറിയാമോ? സാന്താക്ലോസിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായി നൂറ IP. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. ക്രിസ്മസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുക സാന്താക്ലോസ് എന്ന ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷമാണ്. മഞ്ഞു പോലെ നരച്ച താടിയും ചുവന്ന രോമക്കുപ്പായവും അണിഞ്ഞ് കുട്ടികൾക്ക് കൈനിറയെ സമ്മാനങ്ങളുമായി എത്തുന്ന ഈ അപ്പൂപ്പൻ ക്രിസ്മസ് ആഘോഷത്തിന്റെയും വിശുദ്ധിയുടെയും പ്രതീകമാണ്. അങ്കിൾ സാന്തയുടെ കഥ ഇങ്ങനെയാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല മനുഷ്യൻ, പേര് നിക്കോളാസ്. പണ്ടത്തെ തുർക്കിയിലെ മിറ എന്ന പട്ടണത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഇന്നത്തെ ഏഷ്യ മൈനറിലുള്ള ഡമർ ഗ്രാമത്തിലെ ഒരു സമ്പന്ന കുടുംബത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഡയാന ദേവരായെ ആരാധിച്ചില്ല എന്ന കുറ്റത്തിന് നിക്കോളാസിനെ ജയിലിൽ അടക്കാൻ ഒരു നാൾ ചക്രവർത്തി ഉത്തരവിട്ടു. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ക്രിസ്തുവിലായിരുന്നു. അങ്ങനെ കുറെ കാലം അദ്ദേഹം ജയിലിൽ കഴിഞ്ഞു. പുതിയ ചക്രവർത്തി അധികാരമേറ്റപ്പോൾ ക്രിസ്തു മതം രാജ്യത്തിന്റെ ഔദ്യോഗിക മതമാക്കി. അങ്ങനെ പാവം ആ മനുഷ്യന് മോചനമായി. തുടർന്ന് അദ്ദേഹത്തെ ബിഷപ്പാക്കി. മിറ പട്ടണത്തിൽ അദ്ദേഹം വേഷപ്രച്ഛന്നനായി സഞ്ചരിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഒരു പാവപ്പെട്ട സ്ത്രീയെ കണ്ടു. അവർ അതീവ ദുഃഖിതയായിരുന്നു. അവരുടെ 3 മക്കളെയും സത്രമുടമ കൊന്നുകളഞ്ഞിരുന്നു. നിക്കോളാസ് ആ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതോടെ ആ കുട്ടികളുടെ ജീവൻ തിരികെ ലഭിച്ചു. അങ്ങനെ കുട്ടികൾക്ക് പ്രിയങ്കരനായ സാന്താക്ലോസിന്റെ മരണശേഷം അദ്ദേഹത്തെ പുണ്യാളനായി വാഴ്ത്തി. AD 326 ഡിസംബർ 6 അദ്ദേഹം മരിച്ചു. നന്ദി, നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ആഘോഷത്തിലും ഒരു ക്രിസ്മസ് പപ്പ നമ്മെ കാണാനും നല്ല ചിന്തകൾ പങ്കുവെക്കാനുമായി നമുക്കൊപ്പമുണ്ട്. നമുക്ക് ക്രിസ്മസ് പപ്പയെ കണ്ടാലോ? എല്ലാവരും റെഡിയല്ലേ? ഹായ് കൂട്ടുകാരെ, അങ്ങ് മഞ്ഞുമലകൾക്കപ്പുറത്ത് നിന്ന് നിങ്ങളെ കാണാൻ വന്നതാണ് ഞാൻ. എല്ലാവർക്കും ക്രിസ്തുമസ് മംഗളങ്ങൾ ആശംസിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ താൻ മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സന്ദേശവുമായി ഈ ഭൂമിയിൽ ഉദയം ചെയ്ത യേശുക്രിസ്തു സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നന്മയുടെയും സാഹോദര്യത്തിൻ്റെയും വിത്തുകൾ മനുഷ്യ മനസ്സിൽ വിതച്ചു. ഇത് മുളച്ചു വളരാൻ നമുക്ക് അനുവദിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസ് മംഗളങ്ങൾ നേരുന്നു. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാനായി നമ്മുടെ കൂട്ടുകാരികൾ എത്തിയിരിക്കുകയാണ്. മിന്നാ മിന്നി പോലെ മിന്നും താരകങ്ങൾ എന്ന ക്രിസ്മസ് ഗാനത്തിനൊപ്പം നൃത്തച്ചുവടുകളുമായി ആൻമരിയയും അൽഫോൺസയും. മിന്നാ
പിറന്ന ദൈവകുമാരനെ വരവേൽക്കുന്ന ഈ വേളയിൽ ഗോശാലയിൽ ഭൂജാതനായി എന്ന് തുടങ്ങുന്ന ഗാനം നമുക്കായി പാടിത്തരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ടിൽജ ടീച്ചർ. നമുക്ക് ആസ്വദിക്കാം. ഗോശാലയിൽ ഭൂജാതനായി രാജാതിരാജനിന്ന് ബത്ലഹേം താഴ്വരയിൽ ആനന്ദധ്വനി മുഴങ്ങി. തപ്പുതാളം മേളമോടെ ഇണമീട്ടി ആർത്തുപാടാം. ദേവാദിദേവൻ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ ഗോശാലയിൽ ഭൂജാതനായി രാജാതിരാജനിന്ന്. പോലെ പവിഴകാന്തിയോടെ അഴകു ചാർത്തി വന്നുദിച്ച ദിവ്യ താരമേ, ലോകപാപമെല്ലാം തോളിലേറ്റിടാനായി എളിമയോട് ജാതനായ മഹിത സ്നേഹമേ, വാഴ്ത്തിടുന്നിതാ ഞങ്ങൾ ഗോശാലയിൽ ഭൂജാതനായി രാജാതിരാജനിന്ന് ബത്ലഹേം താഴ്വരയിൽ ആനന്ദധ്വനി മുഴങ്ങി. തപ്പുതാളം മേളമോടെ വീണമീട്ടി ആർത്തുപാടാം. ദേവാദിദേവൻ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ. അന്ധകാരവൃത്തിൽ സ്നേഹഗീതമായി മണ്ണിൽ വന്നു ജാതനായ ദിവ്യസൂനുവേ, നന്മതൻ വിത്തുകൾ പാരിതിൽ വിതച്ചിടാൻ താഴ്മയോടെ പുൽക്കുടലിൽ ഉണ്ണി പിറന്നു. മാലാഖവൃന്ദങ്ങളും സ്വർഗീയ സൈന്യങ്ങളും നാഥന് സ്തുതി പാടുന്നു. ഗോശാലയിൽ ഭൂജാതനായി രാജാതിരാജനിന്ന് ബത്ലഹേം താഴ്വരയിൽ ആനന്ദധ്വനി മുഴങ്ങി. തപ്പുതാളം മേളമോടെ വീണമീട്ടി ആർത്തുപാടാം. ദേവാദിദേവൻ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ പിറന്ന രാത്രിയിൽ ശാന്തരാത്രിയിൽ. സമ്മാനങ്ങൾ ലഭിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ക്രിസ്മസ് കാലത്ത് നമ്മളെല്ലാവരും പരസ്പരം സ്നേഹത്തോടെ സമ്മാനങ്ങൾ കൈമാറാറുണ്ട്. ഇതാ ത്യാഗോജ്വലമായൊരു ക്രിസ്മസ് സമ്മാനത്തിൻ്റെ കഥയുമായി ഫിദ ഷെറീഫ്. നമസ്കാരം കൂട്ടുകാരെ. ക്രിസ്തുമസ് മരവും പുൽക്കൂടുമൊക്കെ ഒരുക്കി ക്രിസ്തുമസിനെ വരവേൽക്കാൻ ഒരുങ്ങിയില്ലേ? കോവിഡ് ആയതിനാൽ നാം എല്ലാവരും ഇത്തവണ ക്രിസ്തുമസ് ആഘോഷം നമ്മുടെ വീട്ടിൽ തന്നെ ഒതുക്കുമല്ലേ? സ്കൂളിലായിരുന്ന സമയത്ത് നാം നമ്മുടെ കൂട്ടുകാർക്ക് ക്രിസ്തുമസ് സമ്മാനങ്ങൾ കൈമാറിയിരുന്നു. ഇപ്പോൾ പക്ഷേ നമുക്കതിന് സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവർക്ക് സമ്മാനങ്ങൾ കൊടുക്കാം. സമ്മാനം കിട്ടുക എന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടമുള്ള കാര്യമാണ്. അത്തരം ഏറെക്കാലം കാത്തിരുന്നു കൊതിച്ച ഒരു സമ്മാനമായാലോ? അത്തരമൊരു സമ്മാനം ക്രിസ്തുമസ് കാലത്ത് കൈമാറിയ 2 വ്യക്തികളുടെ കഥ അമേരിക്കൻ ചെറുകഥാകൃത്തായ ഒ ഹെൻറി എഴുതിയിട്ടുണ്ട്. ആ കഥയുടെ പേരാണ് ദി ഗിഫ്റ്റ് ഓഫ് ദി മാജി അഥവാ ജ്ഞാനികളുടെ സമ്മാനം. ഈ ചെറുകഥയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ജിമ്മും ഡെല്ലയും. ഇവരിരുവരും ഭാര്യ ഭർത്താക്കന്മാരാണ്.
ദരിദ്രരായിരുന്ന ഈ ദമ്പതികൾ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ ക്രിസ്തുമസ് കാലമെത്തി. ക്രിസ്തുമസിന് പരസ്പരം സമ്മാനങ്ങൾ കൈമാറുക എന്നത് അമേരിക്കയിലെ ഒരു കീഴ്വഴക്കമായിരുന്നു. ക്രിസ്തുമസിൻ്റെ തലേന്ന് ജിം ജോലിക്ക് വേണ്ടി പുറത്തു പോയപ്പോൾ ഡെല്ല താൻ സ്വകാര്യമായി സൂക്ഷിച്ചു വെച്ചിരുന്ന പണമടങ്ങുന്ന മൺകുടുക്ക് പൊട്ടിച്ച് എണ്ണി നോക്കി. അതിൽ $1.87 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തൻ്റെ ഭർത്താവിന് വേണ്ടി താൻ ഉദ്ദേശിച്ച സമ്മാനം വാങ്ങാൻ തികയാത്തത് കാരണം ഡെല്ല വളരെയധികം ദുഃഖിതയായിരുന്നു. അവൾ തൻ്റെ കണ്ണാടിയുടെ മുൻപിൽ ചെന്നിരുന്ന് തൻ്റെ വെള്ളച്ചാട്ടം പോലുള്ള മനോഹരമായ മുടിയഴിച്ചിട്ട് എന്തോ ആലോചിച്ചുകൊണ്ട് അവൾ അങ്ങനെ ഇരുന്നു. അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ അവർ പ്രാധാന്യം കൊടുത്തിരുന്നത്, അവർക്ക് വിലമതിക്കാൻ കഴിയാത്തത് എന്താണെന്നറിയാമോ? ജിമ്മിന് തൻ്റെ അച്ഛനപ്പൂപ്പന്മാർ കൈമാറി വരുന്ന ഒരു പ്ലാറ്റിനം വാച്ചായിരുന്നു. ഡെല്ലയുടേത് തൻ്റെ സമൃദ്ധമായ മുടിയും. പെട്ടെന്ന് അവൾ എഴുന്നേറ്റ് തൻ്റെ തൊപ്പിയുമെടുത്ത് അവൾ പുറത്തേക്ക് പോയി. അവൾ ചെന്ന് കയറിയത് മാഡം സഫ്രോണിയുടെ തലമുടി വ്യാപാര കടയിലായിരുന്നു. നിങ്ങളെൻ്റെ മുടി വാങ്ങിക്കുമോ എന്ന് ഡെല്ല ആ സ്ത്രീയോട് ചോദിച്ചു. അതേ എന്ന് സ്ത്രീയും മറുപടി പറഞ്ഞു. അവൾ മുടി അഴിച്ചിട്ടു. മുടി കയ്യിലെടുത്തുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു, ഇതിന് $20 തരാം. അവൾ വളരെ സന്തോഷത്തോടു കൂടി തൻ്റെ മുടി മുറിച്ച പണവുമായി തൻ്റെ ഭർത്താവിന് വേണ്ടി സമ്മാനം വാങ്ങാനായി പോയി. അവൾ തൻ്റെ ഭർത്താവിന് പ്രിയപ്പെട്ട വാച്ചിൻ്റെ കൂടെ ഇടാനായി ഒരു നല്ല സ്ട്രാപ്പ് വാങ്ങി സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയപ്പോൾ അവൾക്ക് തോന്നി, ഇനി തനിക്ക് മുടിയില്ല എന്ന കാരണത്താൽ ജിം തന്നെ വിട്ടിട്ട് പോകുമോ? അവളുടെ മനസ്സിൽ പല ചിന്തകളും ഉയർന്നു വന്നു. അല്പസമയത്തിനു ശേഷം ജിം വീട്ടിലേക്ക് തിരിച്ചെത്തി. അവളുടെ മനസ്സിൽ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവമേ, മുടി മുറിച്ച് കളഞ്ഞ ഞാനിപ്പോഴും സുന്ദരിയാണെന്ന് ജിമ്മിന് തോന്നിക്കണേ. വീട്ടിലെത്തിയ ജിം ഡെല്ലയെ കണ്ട് ഒന്നമ്പരന്നു. അവൻ കുറേ നേരം അവളെ തന്നെ നോക്കി നിന്നു. ഭയത്തോടെ ഡെല്ല ജിമ്മിനോട് പറഞ്ഞു, ജിം, ഞാൻ നിനക്ക് വേണ്ടി ഒരു സമ്മാനം വാങ്ങിക്കുവാനാണ് ഞാനെൻ്റെ മുടി മുറിച്ച് വിറ്റത്. സാരമില്ല, എൻ്റെ മുടി വേഗം വളർന്നോളും. ജിം ശാന്തനായി തൻ്റെ സമ്മാനം ഡെല്ലയ്ക്ക് കൊടുത്തു. ഡെല്ല അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ ആമത്തോടു കൊണ്ടുണ്ടാക്കിയ മനോഹരമായ മുത്തുകൾ പതിപ്പിച്ച ചീർപ്പുകളായിരുന്നു. അത്തരമൊരു ചീർപ്പ് കൊണ്ട് മുടി ചീകണമെന്ന് അവൾ എത്രയോ കാലമായി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ജിം സമ്മാനിച്ച ചീർപ്പുകൾ കൊണ്ട് ചീകാൻ തനിക്ക് മുടിയില്ലല്ലോ എന്നോർത്തപ്പോൾ ഡെല്ലയ്ക്ക് വളരെയധികം ദുഃഖം തോന്നി. അവൾ വിതുമ്പി കരഞ്ഞു. ജിം ഡെല്ലയോട് പറഞ്ഞു, ഡെല്ല, നിന്റെ മുടി കണ്ടിട്ട് മാത്രമല്ല ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. നിനക്ക് മുടിയില്ല എന്ന കാരണത്താൽ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടിട്ട് പോവില്ല. എനിക്ക് നിന്നോടുള്ള സ്നേഹവും കുറയില്ല. ഇത് കേട്ടപ്പോൾ ഡെല്ലയ്ക്ക് സന്തോഷമായി. കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ തൻ്റെ സമ്മാനം ജിമ്മിന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ജിം, ഇത് നിന്റെ വാച്ചിൻ്റെ കൂടെ ഇടാനായി വളരെ നല്ലതാണ്. ഒരു പുഞ്ചിരി മാത്രം നൽകിക്കൊണ്ട് ജിം പറഞ്ഞു, ഡെല്ല, ഞാൻ നിനക്ക് വേണ്ടി ചീർപ്പുകൾ വാങ്ങാൻ ഞാൻ എൻ്റെ വാച്ച് വിറ്റു. ഡെല്ലയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ജിം ഡെല്ലയോട് പറഞ്ഞു, നല്ല സ്ട്രാപ്പ് വന്നപ്പോൾ കെട്ടാൻ എനിക്ക് വാച്ചില്ല. ഡെല്ല ആഗ്രഹിച്ചിരുന്ന ചീർപ്പ് വന്നപ്പോൾ മുടിയുമില്ല. തനിക്ക് ഏറ്റവും ഇഷ്ടമായത് ത്യജിച്ചിട്ടുള്ള മറ്റൊരാളുടെ സന്തോഷത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്ന 2 മനുഷ്യരെയാണ് നമ്മൾ ഈ കഥയിൽ കാണുന്നത്. പരസ്പരം ശൂന്യമാകുന്ന സ്നേഹത്തെക്കുറിച്ചാണ് ഈ കഥ പറയുന്നത്. ക്രിസ്തുവിൻ്റെ ജനന സമയത്ത് സമ്മാനവുമായെത്തിയ 3 രാജാക്കന്മാരാണ് കഥയുടെ പേരിൽ സൂചിപ്പിക്കുന്ന മാജി അഥവാ ജ്ഞാനികൾ. ക്രിസ്തുമസ് സമ്മാനങ്ങൾ നൽകുന്നതിൻ്റെ തുടർച്ച ഇവരിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു. ക്രിസ്തുമസ് സമ്മാനങ്ങൾ നൽകുമ്പോൾ കൂട്ടുകാർ ഈ കഥ ഓർക്കുമല്ലോ. എല്ലാ കൂട്ടുകാർക്കും ക്രിസ്തുമസ് ആശംസകൾ. യഹൂദയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ
ഇതാ ക്രിസ്മസ് നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ക്രിസ്മസ് കാലത്ത് കരോൾ ഗാനങ്ങൾ ഏറെ പ്രിയങ്കരങ്ങളാണ്. നമുക്കേറെ പരിചിതമായ ഒരു കരോൾ ഗാനവുമായി ജൻസിമോൾ ടോജോ. ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ പാർത്തിരുന്നോ രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു, താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേഥേലിൻ തന്നിൽ വന്നു, തേജസ് മുന്നിൽ കണ്ടു അവർ ബേഥേലിൻ തന്നിൽ വന്നു. രാജാധിരാജന്റെ പൊൻതിരുമേനി രാജാധിരാജന്റെ പൊൻതിരുമേനി അവർ
ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശവുമായി ഇതാ ഒരു ക്രിസ്മസ് കൂടി വന്നെത്തി. ദൈവം മണ്ണിൽ രക്ഷകനായി പിറന്നതിൻ്റെ ഓർമ്മ. ക്രിസ്മസ് വിശേഷങ്ങളുമായി അഫ്ലഹ AP. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു ക്രിസ്തുമസിന്റെ മംഗളസംഗീതം ഉയരുന്നു. ഗായിക സംഘങ്ങളുടെ കരോൾ ഗാനങ്ങൾ എങ്ങും അലയടിക്കുന്നു. ദേവാലയങ്ങൾ പ്രാർത്ഥനാ നിർഭരവും അലങ്കാര പോളിമയും നിറഞ്ഞു നിൽക്കുന്നു. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു പുതിയ ക്രിസ്തുമസ് ആഗതമാകുന്നു. സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും സന്ദേശവുമായി വന്ന ഉണ്ണിയേശുവിന്റെ ജനന തിരുനാളാണ് ക്രിസ്തുമസ്. ബേത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിലാണ് ഉണ്ണിയേശു ജനിച്ചത്. ക്രിസ്തുമസ് വളരെ ആഘോഷമാക്കാൻ നാം ഇന്ന് ശ്രമിക്കുന്നു. ദേവാലയങ്ങളിലും വീടുകളിലും ക്രിസ്തുമസ് ട്രീകളും പുൽക്കൂടുകളും ഒരുക്കുന്നു. ഹൃദയത്തിൽ പുൽക്കൂടുകൾ സൃഷ്ടിച്ച് രക്ഷകനെ സ്വീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. ക്രിസ്തുമസ് ലാളിത്യത്തിന്റെയും എളിമയുടെയും ആഘോഷമാണ്. ചെറിയവനായി ഒതുങ്ങുവാൻ മനുഷ്യനെ വിളിക്കുന്ന ആഘോഷമാണ് ക്രിസ്തുമസ്. ഇന്ന് ആഘോഷങ്ങളുടെ ലോകമാണ്. എന്നിതൊരു ഭൗതികമായ ആഘോഷമായി മാറിയോ? നമ്മൾ ചെറുതായിക്കൊണ്ട് മറ്റുള്ളവരെ വലിയവനായി കാണുക, ചെറിയവനായി ആരെയും കാണരുതെന്ന് ക്രിസ്തുമസ് നമ്മെ പഠിപ്പിക്കുന്നു. അനന്തമായ സ്നേഹത്തിന്റെ സാഗരമായ ദൈവം മനുഷ്യന്റെ പരിമിതികളിലേക്ക് ഇറങ്ങി വന്ന അനുഗ്രഹത്തിന്റെ തിരുനാളാണ് ക്രിസ്തുമസ്. അപരന്റെ സങ്കടങ്ങളെ ഒന്ന് കാണുവാനും കേൾക്കുവാനുള്ള ഒരവസരമായി ക്രിസ്തുമസ് കാലഘട്ടത്തെ നമുക്ക് കാണാം. പുൽക്കൂട്ടിലെ ഉണ്ണി ഈശോയുടെ സൗഭാഗ്യവും സമാധാനവും ഏവർക്കും ലഭിക്കട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സന്ദേശവുമായി ഭൂമിയിൽ ഉദയം ചെയ്ത് യേശു ക്രിസ്തു തൻ്റെ ഈ ലോക ജീവിതകാലം മുഴുവൻ വേദനിക്കുന്നവർക്കൊപ്പമായിരുന്നു. തൻ്റെ കുരിശിലെ ബലി വഴി ഏതൊരു വേദനിക്കുന്നവനും ആശ്വാസമായി മാറി. നമ്മെ രക്ഷിക്കാനായി ഒരു ദൈവമുണ്ടെന്ന തിരിച്ചറിവ് ജനങ്ങൾക്ക് നൽകി. ആ സ്നേഹ ജീവിതത്തെ പിൻചൊല്ലുന്ന ഒരു ജീവിതമാക്കി നമ്മുടെ കൊച്ചു ജീവിതങ്ങളെ മാറ്റാം. ഏവർക്കും ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്മസ് പരിപാടികൾക്ക് തിരശ്ശീല വീഴുമ്പോൾ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് ആശംസിക്കുന്നു. ഒപ്പം പുതുവത്സരവും നേരുന്നു. നന്ദി, നമസ്കാരം.